ഇതാണ് ആറ്റുവഞ്ച്. ഞാൻ കായംകുളത്ത് പോയ വഴി അവിടെ നിന്ന് വാങ്ങിയതാണിത്. ഞണ്ടിന്റെ കാല് പോലെ തന്നെ നല്ല കാലൊക്കെ ഉണ്ട്. ഇത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത്. ഓക്കെ, നല്ല ബ്ലൂ കളർ കാലുകളും നല്ല അടിപൊളി രണ്ട് ജിമിട്ടന്മാരാണ്. ഇന്ന് ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ആറ്റുവഞ്ചിന്റെ കാലൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇതിനൊന്ന് റെഡിയാക്കി എടുക്കാം. കാലിനൊക്കെ നല്ല ബലമുള്ളതാണ്. ഇതൊന്ന് റെഡിയാക്കാം. ഇതിന്റെ തോടൊക്കെ കളഞ്ഞ് ഇതിനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നോക്കിയേ, തോടുമേന്ന് വിട്ട് പോരാൻ ഭയങ്കര പാടാണ്. നല്ല പാടാണ് ഇത് പൊളിക്കാനായിട്ട്. കേരളത്തിൽ എല്ലായിടത്തും നല്ല മഴയും നാശനഷ്ടങ്ങളും ഒക്കെയാണ്. എല്ലാവരും സേഫ് ആണോ? ഓക്കെ, തലയുടെ അകത്തൊക്കെ നല്ല മാംസവും. ഇത് തോടിനൊക്കെ ഭയങ്കര കട്ടിയാണ്. നന്നാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. ഇതിന്റെ മുതുകത്ത് ഒരു നാരുണ്ട്, അതും കൂടെ നമുക്കൊന്ന് വലിച്ചു കളയണം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആറ്റുവഞ്ചി കൊണ്ടുള്ള ഒരു റോസ്റ്റാണ് കേട്ടോ. ആറ്റുവഞ്ചി ഞാൻ പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളി കൂടി ചേർത്ത് കൊടുക്കുവാണ്. കുടംപുളി ചേർക്കുന്നത് നമുക്ക് ചെറുപ്പത്തിലേക്ക് പറയുമായിരുന്നു, കൊഞ്ചുകറി വെക്കുമ്പോഴേക്കും വയറുവേദന ഉണ്ടാകാതിരിക്കാനായിട്ട് കുടംപുളി ചേർക്കുന്നത് നല്ലതാണെന്ന്. നമ്മുടെ കൊഞ്ച് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം പുളി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് റെഡിയായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. കൊഞ്ച് റോസ്റ്റിന് ആവശ്യമായ മസാലകളൊന്ന് റെഡിയാക്കി എടുക്കാം. നല്ലൊരു കിടുക്കാച്ചി മസാല. കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക്, ഒരു കഷ്ണം പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ആറ്റുവഞ്ചിലേക്ക് ഈ മസാലകളെല്ലാം കൂടി അങ്ങോട്ട് ചേരുമ്പോഴാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഇവയെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. മുളക് പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുവാണ്. എല്ലാം കൂടി നമുക്കൊന്ന് അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. കൊഞ്ചിവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വേവിച്ച കറിച്ചട്ടിയിൽ തന്നെയാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത്. ഇതേ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊഞ്ച് വേവിച്ച ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാലക്കൂട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കറിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. മലയാളികളുടെ കറികളിലുള്ള സ്ഥിരം സാന്നിധ്യം. ഇതില്ലാത്ത കറിയുണ്ടോ? നമുക്ക് ഇവനെ ഇട്ട് കൊടുക്കാം. നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ കൂട്ട്. നമ്മുടെ കൊഞ്ചിയുടെ മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ട്. സ്പെഷ്യലൊന്നും അല്ല, എല്ലാവരും ചേർക്കുന്ന ഐറ്റം തന്നെയാണ്, തേങ്ങാപ്പാൽ.
ആറ്റുകൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയൊരു പൊടിക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഗ്രേവി മതി നമുക്ക് ഒരുപാട് ചോറണം. നമ്മുടെ ആറ്റുകൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുടംപുളിയുടെ മണവും നല്ല അടിപൊളി ഒരു ഗ്രേവിയുമാണ്. പിന്നെ മസാലകളെല്ലാം കൂടെ കുരുമുളകും പെരിഞ്ചീരകവും ചുവന്നുള്ളിയും ഇഞ്ചി എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല അടിപൊളി ഒരു മണമാണ്. അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. നമുക്കിതൊന്ന് ചോറും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ ചോറും ആറ്റുകൊഞ്ച് റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.